ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൺ ബിസിനസ് യൂട്യൂബ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ന് എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 22,509 112 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ബാങ്ക് 48,354 ക്ലോസ് ചെയ്തപ്പോൾ 294 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് 337 പോയിൻറ്റ്സ് ഉയർന്ന് 48,462 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 49,968 ക്ലോസ് ചെയ്തപ്പോൾ 71 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് ഉണ്ടായത്. ഇന്ത്യ വിക്സ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 13.41 സെൻസെക്സ് ഇന്ന് 341 പോയിൻറ്റ്സ് ഉയർന്ന് 74,170 ക്ലോസ് ചെയ്തു. DII ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 6,001 കോടിയുടെ DII നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII 4,488 കോടിയുടെ സെല്ലേഴ്സ് ആയിരുന്നു. നെറ്റ് സെല്ലേഴ്സാണ് നടത്തിയത്. കഴിഞ്ഞ വർക്കിംഗ് ഡേയിൽ 1,724 കോടിയുടെ ബൈയാണ് DII നടത്തിയെങ്കിൽ FII 793 കോടിയുടെ സെല്ലാണ് നടത്തിയത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടർ റെഡ്ഡി ഇന്ന് 3.93% ഗെയിൻ ഉണ്ടാക്കി. SBI ലൈഫ് 3.89% റാലി നടത്തി. ബജാജ് ഫിൻസർ 3.74%, ട്രെൻഡ് 2.54%, ആക്സിസ് ബാങ്ക് 2.36%, M&M 2.18%, സിപ്ല 2.04%, കോൾ ഇന്ത്യ 1.92%, ബജാജ് ഫിനാൻസ് 1.89% ആൻഡ് ONGC 1.85% റാലി നടത്തി. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ വിപ്രോ ഇന്ന് 1.53% ഇടിവുണ്ടായി. BPCL 1.13%, ഹീറോ മോട്ടോകോപ്പ് 1.11%, ITC 1.03%, നെസ്ലെ ഇന്ത്യ 0.96%, ബ്രിട്ടാനിയ 0.90%, SBIN 0.63%, റിലയൻസ് 0.51%, ടാറ്റ കൺസ്യൂമർ 0.50% ആൻഡ് ഏഷ്യൻ പെയിൻറ്റ്സ് 0.42% കുറവാണെന്ന് കണ്ടത്. ഇത് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ഇല്ല, ഇതൊരു ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടിയാണ് ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 22,604 ലാസ്റ്റ് ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 22,508 ക്ലോസ് ചെയ്തപ്പോൾ 0.43% ലോസാണ് ലാസ്റ്റ് 1 ഇയറിൽ കാണിച്ചിരിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരിയിൽ 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 22,508 ക്ലോസ് ചെയ്തപ്പോൾ 5.20% ലോസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1,134 കമ്പനികൾ ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,781 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഓട്ടോ 2741 ക്ലോസ് ചെയ്തപ്പോൾ 187 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി എനർജി 177 പോയിൻറ്റ്സ് ഉയർന്ന് 31,660 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 23,290 ക്ലോസ് ചെയ്തപ്പോൾ 23,290 ആയിരുന്നു കഴിഞ്ഞ ദിവസത്തത്. ഇന്ന് 23,529 ക്ലോസ് ചെയ്തപ്പോൾ 239 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് ഉണ്ടായത്. നിഫ്റ്റി FMCG ഇന്ന് 106 പോയിൻറ്റ്സിൻ്റെ ഇടിവാണ് കണ്ടത്. 51,773 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് 197 പോയിൻറ്റ്സ് ഉയർന്ന് 13,273 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ 7,950 ക്ലോസ് ചെയ്തപ്പോൾ 10 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി IT 36,137 ക്ലോസ് ചെയ്തപ്പോൾ 14 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മീഡിയ 9.3% ലോസ് ആണെന്ന് വന്നത് 1428 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 8845 ക്ലോസ് ചെയ്തപ്പോൾ 67 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ഇന്ന് 5 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 10,016 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 20,703 ക്ലോസ് ചെയ്തപ്പോൾ 317 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് ഇന്ന് 13 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 5770 ക്ലോസ് ചെയ്തു. ആൻഡ് നിഫ്റ്റി റിയാലിറ്റി ഇന്ന് 797 ക്ലോസ് ചെയ്തപ്പോൾ 3 പോയിൻറ്റ്സിൻ്റെ ലോസ് ആണെന്നുണ്ടായത്. ഇന്ന് നിഫ്റ്റി FMCG, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ്, നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി റിയാലിറ്റി എന്നീ സെക്ടറുകളെന്ന് മെയിൻലി റെഡിൽ ക്ലോസ് ചെയ്തത്. ബാക്കി എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. റെഡിലാണ് ഇവയെ ക്ലോസ് ചെയ്തെങ്കിലും പോയിൻറ്റ്സിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എല്ലാം ബിലോ 1% താഴെയാണെന്ന് ഇടിവ് കാണിക്കുന്നത്. മാർക്കറ്റ് വരുന്ന ദിവസങ്ങളിൽ നല്ലപോലെ പെർഫോം ചെയ്ത് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതാണ് മെയിനായിട്ട് ഇന്നത്തെ ന്യൂസ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.